കിട്ടിയോ? വാ എന്നല്ല ജോക്കി കേക്കാം. സാറേ കണ്ണുണ്ടോ ബുള്ളറ്റ് ഉണ്ടോ? ഇടിക്കാണേ മാറിക്കട സാറേ. സാറേ ഒന്ന് വണ്ടിക്കകത്ത് ഇറങ്ങിയ സാറേ. വണ്ടിക്കകത്ത് ഇറങ്ങി സാറേ, സംസാരിച്ച് തീർക്കാം. വണ്ടിക്കകത്ത് ഇറങ്ങി സാറേ, വണ്ടി ഇറങ്ങി സാറേ. വണ്ടി ഇറങ്ങി സാറേ. മാറി ഞാൻ കാണിച്ചുതരാം വെയിറ്റ്. ഒന്ന് മാറിക്കടാ. ഫാൻസി ഡ്രസ് തരാ. ഫാൻസി ഡ്രസ് ഏതോ പട്ടാളക്കാരന്റെ വേഷം തട്ടിക്കൊണ്ടു വന്നിട്ട് എന്റെ പൊന്ന ചേട്ടാ ഒന്ന് മാറിക്കോ. അതാ കുറച്ച് ആർമറുള്ള വണ്ടിയാ. വണ്ടിക്കകത്ത് ഇന്ന് സാറേ ഇവിടെ സാറിനെ പൂത്ത് വിടിട്ട് പൂത്ത് സാറിനെ വണ്ടിയെന്ന് ഇറങ്ങും സാറേ. വണ്ടിയെന്ന് ഇറങ്ങും സാറേ. വണ്ടിയെന്ന് ഇറങ്ങും സാറേ. വണ്ടിയിലോക്കി നാല് സൈഡിൽ രണ്ട് സൈഡിൽ നടത്താൻ പോലെ. അല്ല അവനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ഇറക്കണ്ട വണ്ടി അനങ്ങ. ഇവിടെ സാറിന് വണ്ടി തീർത്തവർക്ക് അവനെ വെളിയിലിറക്ക്. സേഫ് സോൺ വെളിയിലിറക്ക്. അനങ്ങളില്ലല്ലോ ജോക്കി. അതാ ഈ വണ്ടിക്ക് ഇത് കുറവുണ്ടോ? ആർമർ കുറവാ. ആ മോൺസ്റ്റർ എടുത്തണോന്ന് ഇവന്റെ ഒണ്ണാക്കിലോട്ട്. എടാ എന്റെ ഗണ്ണിന് ബുള്ളറ്റ് ഇല്ല. ചാവുന്നില്ലടാ. ഇവൻ എന്താടാ ഇവൻ എന്ത് കാര്യത്തിനാ വെടിവെച്ചേ? എന്ത് കാര്യത്തിനാ വെടിവെച്ചേ? കൊല്ലുന്നതിന് മുമ്പ് റീസൺ പറയണം. ഇവൻ എന്താ കാര്യം? എന്ത് ഇപ്പൊ അവന് നാക്ക് വന്നല്ലോ. ഇങ്ങോട്ട് വന്ന് വണ്ടി ഇടിച്ചിട്ട് കണ്ടായിരുന്നോ വാസു? ഇല്ല 5 വട്ടം ചത്ത് മനസ്സിലായി. എന്നിട്ട് വീണ്ടും എഡിറ്റോണ്ടിരിക്കുന്നു. മറ്റല്ല അത് മോഡ്. അയ്യേ അതാരടാ വന്ന് പറഞ്ഞിട്ട് പോയേ? അതെന്ത് വേറെ അത് വേറെ ഇത് വേറെ ആരാണ്? ഹലോ ബ്രോ, അത് ബഗ് കേട്ടോ. ആൾക്ക് നിങ്ങൾ ആരെയും കാണുന്നില്ല. നിങ്ങൾ അടിക്കുന്ന അടി പുള്ളി എടുത്ത് ചാവുന്നില്ല. ബഗ് കേട്ടോ സാധനം. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇൻവിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ വെറുതെ ഒന്ന് ഇടിച്ചിട്ട് പോയതാ ബ്രോ. അത് അവന്റെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കേണ്ട ആവശ്യമുണ്ടോ ബ്രോ? പോലീസുകാരെ തൊട്ട് കളിക്കണോന്നൊക്കെ
ഇമാതിരി അതാണെങ്കിൽ അടിച്ചിട്ടിട്ട് ഇപ്പൊ അതിപ്പോ നമ്മുടെ അടിച്ചിട്ടിട്ട് പറഞ്ഞതാ. അല്ല അതിന്റെ ഇടയ്ക്ക് ഡയലോഗ് അടിക്കാൻ നീ ഏതാടാ? നീ ഇടയ്ക്ക് വന്ന് നീ ഏതാ? നിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അല്ലല്ല അതല്ല അതിന്റെ ഇടയ്ക്ക് ഈ കാര്യം പറഞ്ഞ അവൻ ഡയലോഗ് അടിച്ചെടുത്ത് ചോദിച്ചതാ വണ്ടി എടുത്തോണ്ട് പോകുന്നവൻ. വണ്ടി ചോപ്പ് പോണവൻ എന്താ ഡയലോഗ് പറയില്ലേ നിനക്ക്? നിനക്ക് ഡയലോഗ് ഒന്നും പറയല്ലേ? എടാ പുത്രനെ അയ്യേ പടക്കക്കട ഗുദാഹവ. അതെ ഒരു പട്ടിത്തീട്ടം കോരിക്കളഞ്ഞതാ. മേലാൽ പാടില്ല. അനാവശ്യ സ്ഥലങ്ങളിൽ കയറി ഷോ ഇറക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ലാസ്റ്റ് വാണി. അത് അലി ബഗ്ഗായിരുന്നു. അലിനെ അലിക്ക് പറ്റുന്നെങ്കിൽ പറ്റട്ടെ, കുഴപ്പമില്ല. മലയാളി ഓടി വന്നിട്ട് കേറാൻ നോക്കി നടക്കില്ല. ഏതാ ബാബു റേഞ്ച്? നല്ല വെടിവെച്ചോണ്ടപ്പോഴേ മാഫിയക്കാരൻ എന്നെ വെടിവെച്ചോ. ഷിബിനെ ഇതാരുടെ വണ്ടിയാണ് സാറേ? ഷിബിനെ എവിടെ? ഓക്കെ ജോക്കി ഒരു മിനിറ്റ്. അത് സീനില്ല. അല്ല അതിന്റെ ഇടയ്ക്ക് വന്നു ഡയലോഗ് അടിച്ച കാര്യം പറഞ്ഞു. അതല്ല പിന്നെ നമ്മളെ അടിച്ചിട്ട് പോലീസുകാരുടെ അടുത്ത് കളിക്കണമെന്ന് അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതെനിക്കറിയില്ല. ഓക്കെ സീനില്ല. അത് ബാബു പറയാം അത് ബഗ്ഗാ ബാബു. ആണോ? പുള്ളിക്ക് ഒന്നും കാണത്തില്ല. ആണോ? എന്നും പറഞ്ഞ് വെടിവെക്കാമോ മലയാളി കാണാതെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. മലയാളി അവൻ വെടിവെച്ചു, ഞാൻ കണ്ണുകൊണ്ട് കണ്ടു മലയാളി. ബാബു ഒരു മിനിറ്റ്. ഒരു ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്ത ഏതൊരു വ്യക്തിയാ സാർ വേണേ ചോദിച്ചോ. വെടിവെച്ച് കൊന്നത് പിന്നെ വേറെ ആരുടെ ആയിരിക്കും? ഇതല്ല വേറെ ചന്ദ്രനെ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്നെ കൊന്നത് മാഫിയല്ല, ഇവനെ എന്നെ കൊന്നേന്ന്. ഹലോ ഓക്കെ കേറി പിന്നെ സംസാരിക്കുമ്പോ വിളിക്കണ EMS-ന്. അപ്പൊ കാണിച്ചു തരാം. ആകെ ഇന്ന് പുള്ളി ആകെ ട്രിഗർ ആയിട്ടിരിക്കുക സാറേ. സോറി സാറേ, ഞാൻ സോറി പറഞ്ഞു. ജോക്കി മിണ്ടാരെ ജോക്കി കേറ് പോലീസിനുള്ളത് ഇപ്പൊ കൊടുക്കാം. അതിന്റെ ഇടയ്ക്ക് അതാ ഒരു പട്ടിത്തീട്ടം വന്നെന്ന് അതിന്റെ ഇടയ്ക്ക് ഷോർ. പടക്കക്കട പടക്കം എല്ലാം കൂട്ടിയിട്ട് കടിക്കണം. പടക്കം പൊട്ടാത്ത പടക്കം ചീറ്റിപ്പോയത്. മേല നെവർ മെസ് വിത്ത് TV. ഓക്കെ മനസ്സിലായോ?
എന്തൊരു തേങ്ങയാണ് എവിടെ നിന്നൊക്കെ വരുന്നു അതിന്റെ ഇടയ്ക്ക് വന്ന് ഷോ ഇറക്കണ നോക്ക്. കറക്റ്റ് ആയിട്ട് നമ്മളവിടെ ആ അത് ജോക്കി നമ്മളവിടെ ഞാനവിടെ വീണപ്പം കറക്റ്റ് സമയം ചന്ദ്ര വൈറ്റ് ചന്ദ്ര എവിടെ അടുത്ത വണ്ടി നോക്കിയണ്ണ. പിന്നെ അല്ല ചന്ദ്ര എവിടെ ഉണ്ട് അണ്ണ ഗ്യാങ് അതാ വരുന്നു എല്ലാവരും ഓരോ പെട്രോൾ വാങ്ങണം കേട്ടോ. പോലീസ് എല്ലാവരും ഗ്യാങ്സ് മാർക്ക് ചന്ദ്രൻ 2 വണ്ടി പൊക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഗ്യാങ് ഹൗസ് ഏതാ ചന്ദ്ര? ഇവിടെ ഒരു സീന